ക്ലൈമാക്സ് സിനിമാസിൻ്റെ മറ്റൊരു തിയേറ്റർ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടീം ക്ലൈമാക്സ് ഇന്ന് വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലുള്ള നൂറിനാടാണ്. ഇവിടെ നമ്മുടെ നൗഷാദ് സാറിൻ്റെ വീട്ടിലാണ് ഒരു കംപ്ലീറ്റ് ക്ലിപ്സ് സ്പീക്കർ പാക്കേജിൽ തീർത്ത ഒരു ഡെഡിക്കേറ്റ് ഹോം തിയേറ്റർ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇതിന് മുന്നേ പബ്ലിഷ് ചെയ്തിട്ടുള്ള മിസ്റ്റർ രഞ്ജിത്ത് സാറിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് നൗഷാദ് സാർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. രഞ്ജിത്ത് സാറിൻ്റെ വീടെന്ന് പറയുന്നത് നൗഷാദ് സാറിൻ്റെ വീട്ടിൽ നിന്ന് 4-5 വീടുകൾ മാത്രം അപ്പുറമാണ്. അപ്പോൾ ആ ഒരു ചെയ്ത വർക്കിൻ്റെ ഡെഡിക്കേഷനും പെർഫെക്ഷനും കണ്ടിട്ടാണ് നമ്മുടെ നൗഷാദ് സാർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നത്. എൻ്റെ പേര് നൗഷാദ്. ഞാൻ ലാബ് ബിസിനസ്സിലുള്ള ആളാണ്. ആലപ്പുഴ ജില്ലയിൽ നൂറിനാട് എന്ന് പറഞ്ഞ സ്ഥലമാണ് എൻ്റെ സ്വദേശം. നമ്മൾ ഈ തിയേറ്ററിൻ്റെ പ്ലാനുമായിട്ട് നിൽക്കുന്നത് 2020-ലാണ്. പുതിയ വീട് വെക്കുന്ന കുറച്ച് പ്ലാനൊക്കെ വന്ന സമയത്ത് നമ്മൾ വീണ്ടും ഇത് റീതിങ്ക് ചെയ്യുകയും വീടുമായിട്ട് ബന്ധപ്പെട്ട് പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ വീടിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വർക്കെല്ലാം ഏകദേശം ആയിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ തിയേറ്ററിൻ്റെ ഒരു പണിയാം എന്നുള്ള ഒരു പ്ലാനിലേക്ക് എത്തുന്നത്. അങ്ങനെ ഞാൻ 2-3 ടീമുമായിട്ട് ബന്ധപ്പെടുകയും ഗൂഗിളിൽ നമ്പർ എടുക്കുകയും യൂട്യൂബ് കാണുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഫൈനലിലാണ് ഞാൻ ക്ലൈമാക്സ് സിനിമയുടെ വീഡിയോ കാണുന്നത്. അവർ വർക്ക് ഇഷ്ടപ്പെടുകയും ഞാൻ മിസ്റ്റർ അനന്തുവിനെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുകയും അനന്തു എനിക്ക് കറക്റ്റ് റീപ്ലൈ തരികയും നമ്മൾ ലൊക്കേഷൻ കാണാൻ വിളിക്കുകയും ലൊക്കേഷൻ വരികയും ഇമ്മീഡിയറ്റ്ലി എല്ലാം ഫാസ്റ്റായിട്ട് തന്നെ അപ്രോച്ച് ചെയ്തു കമ്പനി. അവർ അപ്രോച്ച് തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് നമ്മൾ ഈ തിയേറ്റർ പണിയാനുള്ള പ്ലാനുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ലൊക്കേഷൻ ഓൾറെഡി റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു മിസ്റ്റർ അനന്തു മിസ്റ്റർ സഞ്ജയും കൂടെ വന്നു ലൊക്കേഷനൊക്കെ കണ്ടു. അവർക്കും അവർ ഓക്കെ പറഞ്ഞു, നമുക്ക് ഇത് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ബജറ്റും കാര്യങ്ങളിലേക്കൊക്കെ നീങ്ങി. അത് കുഴപ്പമില്ല, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ബജറ്റിലേക്ക് എത്തി നമ്മൾ തിയേറ്റർ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു വർക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു തിയേറ്ററിൻ്റെ ഡിസൈനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങാം. റെഡ് പ്ലസ് ഒരു ബ്ലാക്ക് തീം, അതായത് ഡ്യുവൽ ടോൺ തീമിലാണ് നമ്മൾ ഈ തിയേറ്റർ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത്. വാൾസിലായിക്കോട്ടെ സീലിംഗിലായിക്കോട്ടെ ഈ ഒരു സെയിം കളർ പാറ്റേൺ തന്നെ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ഒരു ആരോ ഷേപ്ഡ് തീമാണ് ത്രൂ ഔട്ട് വാൾസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ഈ ഒരു തിയേറ്ററിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഈ റെഡ് പ്ലസ് ബ്ലാക്ക് കോമ്പിനേഷന് ഇടയിലൂടെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ്സ് ആയിട്ടിരിക്കുന്നത്. ഒരു കൂൾ വൈറ്റ് പ്രൊഫൈൽ ടോൺ ആണ് നമ്മൾ ഈ ഒരു ഡെഡിക്കേറ്റഡ് തിയേറ്ററിലേക്ക് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ വാൾസിന്റെയും സീലിംഗിന്റെയും കളർ മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ റിക്ലൈനർ സീറ്റ്സും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. വൈൻ റെഡ് തീമാണ് റിക്ലൈനർ ചെയറിന് വേണ്ടി നമ്മളിവിടെ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. റിക്ലൈനേഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ റിക്ലൈനേഴ്സ് ഇന്ത്യയുടെ ഓട്ടറൈസ്ഡ് റിക്ലൈനർ ചെയേഴ്സ് ആണ്. 8 നോസാണ് നമ്മൾ ഈ ഡെഡിക്കേറ്റഡ് തിയേറ്ററിൽ കൊടുത്തിട്ടുള്ളത്. ഓൾ ടുഗദർ കമ്പൈൻഡ് ആണ് ഈ കാണുന്ന ഒരു മനോഹരമായ തിയേറ്റർ നമുക്ക് ഫിനിഷ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ആക്ച്വലി കളർ പാറ്റേൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഡാർക്ക് കളേഴ്സിനോട് വലിയ താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ ലൈറ്റ് കളേഴ്സ് മാച്ചിങ് ആയിട്ട് ചെയ്യുന്ന രീതിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ എൻ്റെ മനസ്സിലുള്ള ഒരു ഇത് ഞാൻ അനന്തിനോട് പറയുകയും അനന്ത് എനിക്കൊരു 3-4 കളർ പാറ്റേൺസ് ഡിസൈൻ അയച്ചു തരികയും അതിൽ ഒരു ഡിസൈൻ എനിക്ക് വളരെ ഇഷ്ടപ്പെടുകയും ആ ഡിസൈനാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തേക്കുന്നത്. ത്രൂ ഔട്ട് വാൾസ് ആയിക്കോട്ടെ സീലിംഗ് ആയിക്കോട്ടെ നമ്മളൊരു കംപ്ലീറ്റ് പെറ്റ് പാനൽ പ്ലസ് ഒരു ഫാബ്രിക് സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബ്ലാക്കായി നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന പെറ്റ് പാനലും അതേപോലെ റെഡിന് വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്ന ഫാബ്രിക്കുമാണ്. ഫാബ്രിക് വരുന്ന പ്ലേസുകളെല്ലാം തന്നെ നമ്മൾ അക്വസ്റ്റിക് മെറ്റീരിയൽ ഫില്ല് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു കംപ്ലീറ്റ് ഡിസൈനിലേക്ക് എത്തിയിട്ടുള്ളത്. റൂമിൻ്റെ ഡയമെൻഷനും മറ്റെല്ലാ പാരാമീറ്റേഴ്സും നോക്കിയിട്ട് തന്നെയാണ് ഈ ഒരു ഫാബ്രിക് പ്ലസ് ഒരു പെറ്റ് പാനൽ സ്ട്രാറ്റജി നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. വാൾസിലായാലും ഈവൻ സീലിംഗിലായാലും ആ ഒരു ത്രൂ ഔട്ട് സ്ട്രാറ്റജി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓവറോൾ തിയേറ്ററിൻ്റെ ആംബിയൻസിനെ മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിവിടെ പ്രൊഫൈൽ ലൈറ്റ്സ് ആഡ് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റെഡ് പ്ലസ് ബ്ലാക്ക് കോമ്പിനേഷൻ ഇടയിലാണ് പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുള്ളത്. സീലിംഗിലായിക്കോട്ടെ വാൾസിലായിക്കോട്ടെ കംപ്ലീറ്റ്ലി ഒരു കൂൾ വൈറ്റ് ടോൺ ആണ്. ഫ്ലോറിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് അക്വസ്റ്റിക് ലഷ് കാർപ്പറ്റ് ആണ്. ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഈ ഒരു തിയേറ്ററിൽ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓവറോൾ ഈ ഒരു തിയേറ്ററിൻ്റെ ആംബിയൻസ് നിലനിർത്താനായിട്ട് ഈ ഒരു കാർപ്പറ്റ് നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട്. റൂമിൻ്റെ ഡയമെൻഷൻ മറ്റെല്ലാ പാരാമീറ്റേഴ്സ് നോക്കിയിട്ട് തന്നെയാണ് നമ്മൾ ഏതൊരു തിയേറ്റർ ഡിസൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു തിയേറ്റർ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനിഷ്യൽ സൈറ്റ് വിസിറ്റ് നടത്തുകയും ശേഷം പ്രോപ്പർ 3D കൊടുക്കുകയും അതിനുശേഷം നമ്മൾ സൗണ്ട് കോൺഫിഗറേഷനിൽ പോവുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ ഒരു ഡെഡിക്കേറ്റഡ് തിയേറ്ററിൽ നമ്മൾ 7.1 ഡോൾബി അറ്റ്മോസ് കൺഫിഗറേഷൻ കൊടുത്തിട്ടുള്ളത്. പ്ലാൻ കൺഫേം ആയതിനു ശേഷം നമ്മൾ ഡിസ്കസ് ചെയ്ത് അനന്തോട് ഡിസ്കസ് ചെയ്തത് നമ്മൾ സൗണ്ടിൻ്റെ കാര്യങ്ങളാണ്. അനന്തിനോട് ഞാൻ പറഞ്ഞ നമ്മുടെ നോർമൽ തിയേറ്ററിൻ്റെ സൈസിനെക്കാട്ടും കുറച്ച് വലിയ സൈസാണ് തിയേറ്റർ സ്പേസ്. അപ്പോൾ സൗണ്ട് സിസ്റ്റം നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള അപ്ലൈ ചെയ്താലേ ഇത് കറക്റ്റായിട്ട് വരുവുള്ളൂ എന്ന് ഒരു സജഷൻ പറയുകയും അപ്പോൾ നമ്മൾ കുറേ കമ്പനിയൊക്കെ ഡിസ്കസ് ചെയ്ത് ബ്രാൻഡഡുകളൊക്കെ നോക്കി ലാസ്റ്റാണ് നമ്മൾ ക്ലിപ്ഷിലേക്ക് എത്തുന്നത്. നമ്മൾ അനന്തമായിട്ട് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ തിയേറ്ററിൻ്റെ സ്പേസ് കൂടുതലായത് കൊണ്ട് എനിക്ക് തന്ന കൊട്ടേഷനിൽ സ്ക്രീൻ സൈസ് 150 ആയിരുന്നു. അപ്പോൾ നമ്മളത് 150 വെച്ചിട്ട് നമ്മൾ തിയേറ്ററിനകത്ത് അത് മാച്ചിങ് ആവാത്തതുകൊണ്ട് നമ്മൾ സ്ക്രീൻ സൈസ് അപ്ഗ്രേഡ് ചെയ്യുകയും 165 സൈസിലേക്ക് എത്തുകയും
ചെയ്താണ് നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്തേക്കുന്നത്. നമ്മൾ 165 തിയേറ്റർ സ്പേസ് വന്നതിന് ശേഷമാണ് തിയേറ്ററിൻ്റെ ഒരു കംപ്ലീഷൻ എനിക്ക് ഫീൽ ചെയ്തത്. ഒരിക്കലും ഒരു തിയേറ്റർ ചെയ്യുന്ന ഒരാൾ ഒരിക്കൽ പോലും തൻ്റെ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് ഒരു തിയേറ്ററിൻ്റെ സ്ക്രീൻ ഒരിക്കലും ചെറുതായിട്ട് വേണമെന്ന് ആഗ്രഹിക്കില്ല അല്ലേ. അപ്പോൾ ഇനിഷ്യലി നമ്മൾ കൊട്ടേഷൻ കൊടുത്ത സമയത്ത് സാറ് പറഞ്ഞ പോലെ തന്നെ 150 ഇഞ്ചിൻ്റെ സ്ക്രീനായിരുന്നു കൊടുത്തേച്ചത്. അപ്പോൾ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഇനിഷ്യലി ഒരു 150 ഇഞ്ച് സജസ്റ്റ് ചെയ്തത്. 165ലേക്ക് പുഷ് ചെയ്യാൻ പറ്റും എന്നറിഞ്ഞുകൊണ്ടാണ് നമ്മളത് റീകോട്ട് ചെയ്യും പിന്നെ ഈ പറഞ്ഞ പോലെ ഈ കാണുന്ന 165 ഇഞ്ച് സ്ക്രീനിലേക്ക് പോകാനും പറ്റിയത്. ഈ ഒരു തിയേറ്ററിൻ്റെ ഫ്രണ്ടിലേക്ക് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ സാധിക്കുന്നത് ഒരു മാസീവ് 165 ഇഞ്ചിൻ്റെ അക്വസ്റ്റിക് ട്രാൻസ്പെറൻറ്റ് വോവൻ സ്ക്രീനാണ്. നോർമൽ മൂവി തിയേറ്റേഴ്സിലെ പോലെ തന്നെ സ്ക്രീൻ മാത്രമായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ബാക്കി എക്യുപ്മെൻറ്റ്സ് എല്ലാം തന്നെ ബിഹൈൻഡ് ദ സ്ക്രീനാണ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തിയേറ്ററിൽ നമുക്ക് 165 ഇഞ്ചിൻ്റെ ഒരു മാക്സിമം സ്ക്രീനിലേക്ക് എത്താൻ സാധിച്ചത്. 165 ഇഞ്ച് സ്ക്രീൻ ആയതുകൊണ്ട് തന്നെ നോർമൽ റേസറിൻ്റെ ഹൈറ്റ് 1 ഫീറ്റ് എന്നതിലുപരി നമ്മൾ 1.5ലേക്ക് മാറ്റിയിട്ടാണ് ഈ ഒരു തിയേറ്ററിലേക്ക് ഇത്രയും ഒരു ഇമ്മേഴ്സീവ് മൂവി എക്സ്പീരിയൻസ് കൊണ്ടുവരാൻ സാധിച്ചത്. ബാക്കിലിരുന്ന് മൂവി വാച്ച് ചെയ്യുന്ന ഒരു വ്യൂവർക്ക് ഒരിക്കലും ഫ്രണ്ടിലിരിക്കുന്ന ആൾക്ക് തടസ്സം വരാത്ത രീതിയിലാണ് ഈ ഒരു റേസറിൻ്റെ പ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. അതിനനുസരിച്ച് നമ്മൾ ഹൈറ്റും കൂട്ടിയിട്ടുണ്ട്. സോ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വൈഡ് ടു വൈഡ് അതായത് വാൾ ടു വാൾ സ്ക്രീനായിരിക്കും കാണാൻ സാധിക്കുക. ഈ ഒരു സ്ക്രീൻ എന്ന് പറയുന്നത് എലൈറ്റ് എന്ന ബ്രാൻഡിൻ്റെയാണ്. എലൈറ്റ് എന്ന ബ്രാൻഡിൻ്റെ 165 ഇഞ്ച് വരുന്ന അക്വസ്റ്റിക് ട്രാൻസ്പെറൻറ്റ് വോവൻ സ്ക്രീനാണ് ഈ ഒരു ഡെഡിക്കേറ്റഡ് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ മാസീവ് 165 ഇഞ്ച് സ്ക്രീനിൻ്റെ ബിഹൈൻഡിലായിട്ടാണ് എല്ലാ നമ്മുടെ എക്യുപ്മെൻറ്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ LCR സ്പീക്കേഴ്സ് ആയിക്കോട്ടെ എല്ലാം തന്നെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. കൺട്രോൾസ് എല്ലാം തന്നെ ഒരു IR ബ്ലാസ്റ്റർ മൂലമാണ് നമ്മളിവിടെ കൺട്രോൾ ചെയ്യുന്നത്. സോ ഒരിക്കലും ഒരു മൂവി കാണുന്ന ഒരു വ്യൂവർക്ക് ഒരിക്കലും യാതൊരു ഡിസ്ട്രാക്ഷനും ഒരു ലൈറ്റിൻ്റെതായ യാതൊരു ഡിസ്ട്രാക്ഷനും ഈ ഒരു തിയേറ്ററിൽ സംഭവിക്കുന്നില്ല. മൈ നെയിം ഈസ് സൈറ ബാനു. എനിക്കിവിടെ ഇഷ്ടപ്പെട്ട സിനിമ ഹായ് നാന എന്ന് പറഞ്ഞ സിനിമ എനിക്കിഷ്ടപ്പെട്ട. എനിക്ക് തമിഴാണ് ഇഷ്ടപ്പെട്ടെ. ഞങ്ങൾ പുറത്ത് പോയി സാധാരണ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാറുണ്ട്. പിന്നെ ഇവിടെ തിയേറ്റർ പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ പുറത്ത് പോയി കാണാറില്ല. ഇവിടെയാണ് എല്ലാ പടവും കാണാം. അതിനേക്കാളും കുറച്ചുകൂടി നല്ലത് ഇവിടെ ആണെന്ന് തോന്നിയിട്ടുണ്ട്. നമ്മൾ ഹോസ്റ്റ് സിനിമയൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മൾ പേടിച്ചു. ഈ ഒരു റൂമിൻ്റെ നീളം എന്ന് പറയുന്നത് 25 അടി നീളവും അതേപോലെ തന്നെ 13 അടി വീതിയുമാണ്. അപ്പോൾ പുറത്തു നിന്നുള്ളൊരു അൺവാണ്ടഡ് നോയ്സ് അകത്തുനിന്ന് ജനറേറ്റ് ചെയ്യുന്ന സൗണ്ടുകൾ പുറത്തേക്കും പോകാത്ത രീതിയിലാണ് ഈ ഒരു റൂം ടോട്ടലി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സീലിംഗ് ആയിക്കോട്ടെ, വാൾസ് ആയിക്കോട്ടെ, ഫ്ലോർ ആയിക്കോട്ടെ എല്ലാം തന്നെ കംപ്ലീറ്റ്ലി സീൽ ചെയ്തതിനു ശേഷമാണ് ഈ ഒരു തിയേറ്റർ നമ്മൾ ഈ ഒരു ഫൈനൽ ഔട്ട്പുട്ടിൽ എത്തിച്ചിരിക്കുന്നത്. റൂമിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റേജിൽ തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് വിൻഡോസിലെ കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു തിയേറ്ററിൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡോറ് സീൽ ചെയ്യാൻ മാക്സിമം ശ്രദ്ധിച്ചിട്ടുണ്ട്. അക്വസ്റ്റിക് ഡബിൾ ഡോറാണ് കൊടുത്തിട്ടുള്ളത്. അതും ഈ പറഞ്ഞ പോലെ മാക്സിമം ടൈറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് യാതൊരു സൗണ്ടും പുറത്തേക്ക് പോകാത്ത രീതിയിൽ തന്നെയാണ് ഈ ഒരു തിയേറ്ററിൻ്റെ ഡോറിൻ്റെ പ്ലേസ്മെൻറ്റും പൊസിഷനും എല്ലാം വന്നിട്ടുള്ളത്. ഹായ്, മൈ നെയിം സാലിക് സൽമാൻ ഔഷാദ്. ഞാൻ ഇവിടെ കണ്ടതിൽ ഏറ്റവും നല്ല സിനിമ മാരി മാസ് ആണ്. ഇവിടുത്തെ സൗണ്ട് നല്ലതാണ്. സിനിമ കാണാൻ ഓക്കെയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഈ തിയേറ്ററും എല്ലാം ഒക്കെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് സൂപ്പറാണ്. നൗഷാദ് സാർ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം മൂവീസിനും അതേപോലെ തന്നെ മ്യൂസിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അമേരിക്കൻ ലൗഡ് സ്പീക്കർ മാനുഫാക്ചേഴ്സായ ക്ലിപ്ഷിൻ്റെ കംപ്ലീറ്റ് പാക്കേജാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. LCR ആയിക്കോട്ടെ, അറ്റ്മോസ് ആയിക്കോട്ടെ, സറൗണ്ട് ആയിക്കോട്ടെ എല്ലാം ഒരു ബ്രാൻഡിന് തന്നെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മൂവി കാണുമ്പോഴായാലും ഒരു എന്താ പറയുക ഒരു കംപ്ലീറ്റ് ഒരു സെയിം ടോൺ അല്ലെങ്കിൽ സെയിം സൗണ്ട് സിഗ്നേച്ചർ നിലനിർത്താനായിട്ട് ഈ ഒരു തിയേറ്റർ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു തിയേറ്ററിൻ്റെ ഓഡിയോ വീഡിയോ എക്യുപ്മെൻറ്റ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ മറാൻസിൻ്റെ സിനിമ 50 എന്ന് പറയുന്ന ഒരു 9.4 ചാനൽ AVR ആണ് നമ്മളോട് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ട് ലെഫ്റ്റ് റൈറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലിപ്ഷിൻ്റെ R800F എന്ന് പറയുന്ന ഫ്ലോർ സ്റ്റാൻഡിംഗ് സ്പീക്കേഴ്സും കൊടുത്തിട്ടുണ്ട്. 8 ഇഞ്ച് ഡ്യുവൽ ഡ്രൈവ് വരുന്ന സ്പീക്കറാണ് ഈ ഒരു തിയേറ്ററിലേക്ക് മൂവിക്കും മ്യൂസിക്കിനും വേണ്ടി നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. വോക്കലിന് വേണ്ടി നമ്മൾ കൊടുത്തിട്ടുള്ളത് ക്ലിപ്ഷിൻ്റെ തന്നെ R30C എന്ന് പറയുന്ന സെൻട്രൽ ചാനലാണ്. സറൗണ്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലിപ്ഷിൻ്റെ തന്നെ ഡിസൈനർ സീരീസിൽ വരുന്ന 160W എന്ന് പറയുന്ന മോഡലാണ്. അതും ഇൻവേർട്ട് സ്പീക്കേഴ്സ് തന്നെയാണ്. അറ്റ്മോസിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലിപ്ഷിൻ്റെ തന്നെ CS16C2 എന്ന് പറയുന്ന ഡോൾബി അറ്റ്മോസ് സ്പീക്കേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. സബ്വൂഫറിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ക്ലിപ്ഷിൻ്റെ തന്നെ R121SW എന്ന് പറയുന്ന സബ്വൂഫറാണ്. പ്രൊജക്റ്റിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള ബെൻക്യൂവിൻ്റെ ഹോം സിനിമ സെഗ്മെന്റിൽ വരുന്ന W2710i എന്ന് പറയുന്ന ഒരു ട്രൂ 4K പ്രൊജക്ടറാണ്. നൗഷാദ് സാറിൻ്റെ ഈ ഒരു ഡ്രീം തിയേറ്ററിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന മീഡിയ പ്ലെയർ എന്ന് പറയുന്നത് ആപ്പിൾ TV 4K ആണ്. കേബിൾസിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ HDMI കേബിൾ കൊടുത്തിരിക്കുന്നത് 4K HDMI കേബിളാണ്. അതുപോലെ തന്നെ സ്പീക്കർ കേബിൾ നമ്മളെല്ലാം കൊടുത്തിരിക്കുന്നത് തന്നെ ബാൻഡ്രിഡ്ജിൻ്റെ സ്പീക്കർ കേബിൾസ് ആണ്. ഈ ഒരു തിയേറ്ററിൻ്റെ ടോട്ടൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 13 ലക്ഷം രൂപയാണ്. നമ്മളെ സംബന്ധിച്ച് ഓരോ തിയേറ്ററും ആക്ച്വലി ഒരു സ്റ്റോറി പോലെയാണ്. ഒരിക്കലും ഒരു പ്രീ ഫാബ്രിക്കേറ്റഡ് സാധനം അല്ലെങ്കിൽ ഒരു ടൈലേർഡ് സാധനം നമുക്ക് ഒരിക്കലും ഒരു തിയേറ്ററിലേക്ക് ആപ്റ്റ് ആവണമെന്നില്ല. ഓരോ കസ്റ്റമറിനും അവരുടേതായ എക്സ്പീരിയൻസ് വ്യത്യാസപ്പെട്ടിരിക്കും. ഒരിക്കലും
ഒരു സെയിം ടൊണാലിറ്റി അല്ലെങ്കിൽ സെയിം സൗണ്ട് സിഗ്നേച്ചർ ഇഷ്ടപ്പെടുന്ന ഒരാളെ കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. ഏതൊരു റൂം ഡയമെൻഷൻ ആയാലും ഏതൊരു ഡിസൈൻ ആയാലും നമുക്ക് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. സൈറ്റിൻ്റെ കണ്ടീഷൻസ് എന്താണോ അത് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു തിയേറ്റർ ഡിസൈൻ ചെയ്യണം, അല്ലെങ്കിൽ ഇൻസ്റ്റലേഷൻ ചെയ്യണം, അല്ലെങ്കിൽ കൺസ്റ്റലേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് നിങ്ങളൊരു പ്ലാനിങ് സ്റ്റേജിലാണ്. നിങ്ങളൊരു വീട് പണിയാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പ്ലാനിങ് സ്റ്റേജിൽ തന്നെ നമ്മളെ കൺസൾട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൂം ഡയമെൻഷൻ അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമുക്കൊരു ഫ്രീ കൺസൾട്ടേഷൻ തരാൻ സാധിക്കും. നമ്മൾ ക്ലൈമാക്സ് സിനിമയുടെ വർക്ക് ബേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വർക്ക് ബേസ് എക്സ്ട്രാ ഓർഡിനറിയാണ്. സ്റ്റാഫ് വർക്കേഴ്സ് എല്ലാം ടൈം ടേബിൾ വർക്കാണ് ചെയ്തേക്കുന്നത്. അവരിവിടെ തന്നെ താമസിച്ച് ഇവിടെ കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ചെയ്ത് ഓരോരോ വർക്ക് ഷെഡ്യൂളിലും നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുകയും ഞാനത് ചെക്ക് ചെയ്യുകയും അതിൻ്റെ എല്ലാം ഓരോരോ മൈന്യൂട്ട് കാര്യങ്ങളും മിസ്റ്റേക്കുകളും എല്ലാം ക്ലിയർ ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ ഈ ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എത്തിയേക്കുന്നത്. നമ്മളിതിൻ്റെ ഫൈനൽ കോൺഫിഗറേഷനിലേക്ക് പോകുമ്പം മിസ്റ്റർ അനന്തും അവർ ടെക്നീഷ്യനും വന്ന് നമ്മൾ ഈ തിയേറ്ററിൻ്റെ എല്ലാ കംപ്ലീറ്റ് വർക്കുകൾ ഫിനിഷ് ചെയ്യുകയും ഇത് നമ്മളൊരു ട്രയൽ കാണുകയും ചെയ്തു. അപ്പം എനിക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ഇസ് എക്സ്ട്രാ ഓർഡിനറി. നല്ല പിക്ചർ ക്ലാരിറ്റി ഉണ്ട്, സൗണ്ട് സിസ്റ്റം സൂപ്പറാണ്, അക്വസ്റ്റിക് വർക്ക് അടിപൊളിയാണ്. എല്ലാം നല്ല രീതിയിൽ നമുക്ക് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്.